മലയാള സിനിമയിൽ ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടൻ, നിഷ്കളങ്കമായ അഭിനയവും നർമ്മവും കൊണ്ട് മലയാളികളെ ചിരിപ്പിച്ച ഒരാൾ നമ്മുടെ ജയറാമേട്ടൻ. 1988 ഒരു ചെറിയ സിനിമയിൽ തുടങ്ങി 1990കളിൽ സൂപ്പർ സ്റ്റാർ നിലയിലേക്ക് എത്തിയ ജയറാം തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. പക്ഷേ പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കരിയർ താഴോട്ട് പോയി? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ജയറാമിന്റെ കരിയറിന്റെ മുഴുവൻ യാത്രയാണ്. 1988 പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിലൂടെയാണ് ജയറാം നായകനായി അരങ്ങേറ്റം കുറിച്ചത്. ഈ സിനിമ സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകൻ പത്മരാജൻ ആയിരുന്നു. ഒരു പുതുമുഖ നടനായ ജയറാമിന്റെ സ്വാഭാവിക അഭിനയമാണ് പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചത്. ആ സമയത്ത് മലയാള സിനിമയിൽ വലിയ താരങ്ങളായിരുന്നു മമ്മൂക്കയും ലാലേട്ടനും. ഇത്തരത്തിൽ വലിയ താരങ്ങൾക്കിടയിൽ ജയറാം സ്വന്തം സ്ഥാനം കണ്ടെത്തിയത് വളരെ വേഗമായിരുന്നു. 1990കളാണ് ജയറാമിന്റെ കരിയറിലെ ഗോൾഡൻ കാലഘട്ടം. അദ്ദേഹം അഭിനയിച്ച നിരവധി സിനിമകൾ വലിയ വിജയമായി. മേലെപ്പറമ്പിലാൻ വീട്, അനിയൻ ബാവ, ചേട്ടൻ ബാവ, തൂവൽ കൊട്ടാരം, സമ്പറിൻ ബദലഹയും പോലുള്ള സിനിമകൾ കുടുംബ പ്രേക്ഷകരിൽ വലിയ സ്വീകാര്യത നേടി. 1999 പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് ജയറാമിന്റെ കരിയറിലെ വലിയ ഹിറ്റുകളിൽ ഒന്നാണ്. ഇത് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ കോമഡി സിനിമകളിൽ ഒന്നായി മാറി. അതേ വർഷം തന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയും വലിയ വിജയമായി. ഇപ്പോഴാടാ നീ ഒരു നായകനായത്. പക്ഷെ നല്ല നടൻ ഇപ്പോഴും അപ്പം തന്നെയാ. 1990കളിൽ ജയറാം ഫാമിലി ഓഡിയൻസിന്റെ ഫേവറേറ്റ് ഹീറോ ആയി മാറി. 2000ത്തിന്റെ തുടക്കത്തിലും ജയറാം മികച്ച വിജയങ്ങൾ നേടി. മനസ്സിനക്കര പോലുള്ള സിനിമകൾ വലിയ വിജയമായിരുന്നു. പിന്നീട് 2008 പുറത്തിറങ്ങിയ വെറുതെ ഒരു ഭാര്യ ജയറാമിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി. ഈ സിനിമ കേരളത്തിൽ വലിയ ബോക്സ് ഓഫീസ് വിജയമായി. പക്ഷേ 2000-2010 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ ജയറാമേട്ടന്റെ പല സിനിമകളും പരാജയമാവുകയും 2000ത്തിന്റെ തുടക്കത്തിലുള്ള ഹിറ്റുകൾ 2010നോടടുക്കുമ്പോൾ കിട്ടാതെ വരികയും ഒക്കെയായി. അതിനുശേഷം 2010 കഴിഞ്ഞപ്പോൾ കരിയർ അതിൽ നിന്നും പതുക്കെ താഴോട്ട് പോകാൻ തുടങ്ങി. പല സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. കുടുംബശ്രീ ട്രാവൽസ്, മദിരാശി, ജിഞ്ചർ, ലോനപ്പന്റെ മാമോദിസ ഇതുപോലുള്ള ചിത്രങ്ങൾ അതിന് ഉദാഹരണമാണ്. പ്രേക്ഷകരുടെ രുചി മാറുകയും പുതിയ തലമുറ താരങ്ങൾ എത്തുകയും ചെയ്തതോടെ ജയറാമിന്റെ സിനിമകൾക്ക് പഴയ പോലെ വിജയം ലഭിച്ചില്ല. 2000-2010 ഇടയിൽ തന്നെ ദിലീപേട്ടന്റെ വരവ് ജയറാമേട്ടന്റെ കരിയറിനെ നന്നായിട്ട് ബാധിച്ചിരുന്നു. ഇപ്പോഴും ജയറാം മലയാളം മാത്രമല്ല തമിഴ്, തെലുങ്ക് സിനിമകളും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതും മലയാളികൾക്ക് സങ്കടം തോന്നുന്ന വേഷങ്ങൾ, ജയറാമേട്ടനെ കോമാളിയാക്കുന്ന പോലെ. പക്ഷേ പൊന്നിയിൻ സെൽവൻ, കാന്താര പോലുള്ള ചിത്രങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. 2022 പുറത്തിറങ്ങിയ മകൾ എന്ന സിനിമ കുടുംബ പ്രേക്ഷക ഇമേജ് വീണ്ടും ഓർമ്മിപ്പിച്ചു. എന്നിരുന്നാൽ പോലും ആ ചിത്രവും ഒരു പരാജയമായിരുന്നു. പിന്നീട് ഓസ്ലർ എന്ന സിനിമയിലൂടെ നല്ലൊരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും അതിൽ കാര്യമുണ്ടായില്ല. കാരണം പിന്നീട് ഒരു മലയാള സിനിമ അദ്ദേഹം ചെയ്തത് 2026ലാണ്, ആശകൾ 1000. ഈ ചിത്രം തിയേറ്ററിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പോലും വലിയ കളക്ഷൻ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ നല്ല സിനിമയായിരുന്നു, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. മലയാള സിനിമയിൽ നർമ്മവും കുടുംബകഥകളും കൊണ്ട് ഒരു കാലത്ത് പ്രേക്ഷകരെ കീഴടക്കിയ നടനാണ് ജയറാം. 1990കളിൽ അദ്ദേഹം നേടിയ വിജയങ്ങൾ ഇന്നും മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജയറാമേട്ടൻ നല്ല നല്ല വേഷങ്ങളുമായി ഇനിയും ഒരുപാട് ചിത്രങ്ങളുമായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു.